Hi, hello everyone. Welcome back to our After 2020 Easy English. Today we are going to discuss about countable and uncountable nouns. Previous class we discussed about nouns. So we saw different kinds of nouns. Do you remember? Yeah, we studied about proper nouns, common nouns, then abstract nouns, concrete nouns, etc. Today we are going to study about the rest of the nouns, that is countable and uncountable nouns. Do you know what is countable and uncountable nouns? The name itself, we will get the meaning. Isn't countable? We can count. Uncountable? We can't count. Okay, it's very easy. It's very easy to identify what is countable and what is uncountable nouns. Okay. Then, nouns can be countable or uncountable. Countable nouns can be counted. Example, an apple, two apples, three apples, etc. So, it's just we can count. Uncountable nouns cannot be counted. Example, air, rice, water, etc. When you learn a new noun, you should check if it is countable or uncountable and not how it is used in a sentence. Okay, listen. എന്താണ് കൗണ്ടബിൾ അല്ലെങ്കിൽ അൺകൗണ്ടബിൾ നൗൺസ്? നമുക്ക് നെയിമിൽ നിന്നും അതിൻ്റെ പേരിൽ നിന്നും തന്നെ നമുക്കതിൻ്റെ മീനിങ് പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു നൗൺസാണ് എന്ത്? അൺകൗണ്ടബിൾ നൗണും കൗണ്ടബിൾ നൗണും. കൗണ്ടബിൾ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും, അൺകൗണ്ടബിൾ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അതായത് എണ്ണാൻ നമുക്ക് സാധിക്കില്ല. വി ക്യാൻ മെഷർ ഇറ്റ്. ഓക്കെ, സോ countable nouns can be counted. Example, an apple or apple, two apple, three apples, etc. We can count it. So it's called countable nouns. So uncountable nouns cannot be counted. Example, sugar, rice, water. Only we can measure. When you learn a new noun, you should check if it is countable or uncountable. നമ്മളൊരു നൗൺ കേൾക്കുവാണെങ്കിൽ നമുക്കതെന്താ തിരിച്ചറിയാൻ പറ്റണം, അതെന്താണ് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ. ഇപ്പോൾ ഷെയർ എന്താണ്, കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ? Mobile phones, something, anything. That means we want to identify what is that? This is countable or uncountable. So examples, countable nouns. For positive sentences, we can use a or an for singular noun. A or an for singular nouns. So please note that. Or some for plurals. So I think you know what is singular and plural. ഒന്നിൽ കൂടുതലുള്ളതിനെ പ്ലൂറൽ എന്നും ഒന്നുണ്ടെങ്കിൽ എന്താണ് സിംഗുലർ എന്ന് പറയും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്ലൂറൽ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇവിടെ ഒരു ചെയർ ആണെങ്കിൽ നമ്മൾ എന്താണ്, ദാറ്റ് മീൻസ് ആപ്പിൾ അല്ലെങ്കിൽ ആപ്പിളിനെ നമ്മൾ എങ്ങനെയാണ് ആപ്പിൾസ്, വി വാണ്ട് ടു ആഡ് എസ് അല്ലേ, എസ് ചേർക്കുമ്പോൾ എന്താണ് അത് പ്ലൂറൽ ആവും. ഓക്കെ, സോ ദർ ഇസ് എ മാൻ. ഹിയർ വാട്ട് ഇസ് ദ സെൻറ്റൻസ്? ദർ ഇസ് എ മാൻ അറ്റ് ദ ഡോർ. സോ ദർ ഈസ് എ മാൻ. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും അല്ലേ, എ മാൻ, ഒരു മനുഷ്യനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് കൗണ്ട് ചെയ്യാൻ പറ്റും. അതെന്താണ് അപ്പോൾ ഈ സെൻറ്റൻസിൽ എ എന്ന് പറയുന്നത് എന്താണ്, കൗണ്ടബിൾ നൗൺ ആണ്. മാൻ കൗണ്ടബിൾ നൗൺ ആണ്. സോ വി ആർ യൂസിങ് എ. ഐ ഹാവ് സം ഫ്രണ്ട്സ് ഇൻ ന്യൂയോർക്ക്. ഐ ഹാവ് സം ഫ്രണ്ട്സ്. സോ സം എന്താണ്, ഹിയർ വി ആർ യൂസിങ് ദ സം ഫോർ പ്ലൂറൽ. സോ ഇറ്റ്സ് ഓൾസോ കൗണ്ടബിൾ. സം ഫ്രണ്ട്സ് മീൻസ് നമുക്ക് എണ്ണാൻ പറ്റും, എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്ന് നമുക്ക് എണ്ണാൻ പറ്റും. എന്താണ് ഫ്രണ്ട്സ്, എന്താണ് ഇവിടെ കൗണ്ടബിൾ നൗൺ ആണ്. ഓക്കെ, then for negatives we can use a or an for singular nouns or any for plurals. ഇവിടെ എന്താണ്, for negatives we can use a. negatives യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചേർക്കാം, a and an for singular noun or any for plurals. I don't have a dog. അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അവിടെ നമ്മൾ ഒരു സിംഗുലർ ആയതുകൊണ്ട്, നമ്മുടെ നൗൺ സിംഗുലർ ആയതുകൊണ്ട് എന്താണ് നമ്മളവിടെ എ ചേർത്തു. ദർ ആറിൻറ്റ് എനി സീഡ്സ്, പ്ലൂറലാണ്, സീഡ്സ് പ്ലൂറലാണ്, എസ് ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് സീഡ്സ് പ്ലൂറലാണ്. സോ വി ക്യാൻ യൂസ് എനി, അണ്ടർലൈൻ. സോ എനി എന്ന് പറഞ്ഞ പ്ലൂറൽ നൗൺ ആണ്. എനി എന്ന് പറഞ്ഞ പ്ലൂറൽസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സിംഗുലർ ഫോർ എ ആൻഡ് പ്ലൂറൽ ഫോർ എനി. ഓക്കെ, സോ നെഗറ്റീവ് സെൻറ്റൻസിൽ നമ്മൾ കൂടുതലും എനിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സം ചെയ്യില്ല, നമ്മൾ എനിയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ uncountable nouns. Here are some examples of uncountable nouns. Bread, rice, coffee, information, money, advice, luggage, furniture. So these are the uncountable nouns. Then we use some with uncountable. So we are using
some with uncountable nouns in positive sentences and any with negatives. Same thing. So there is some milk in the fridge. So some here positive. We are using in a positive case we are using some. നമ്മളിവിടെ സം യൂസ് ചെയ്യുന്നത് എന്താണ്? പോസിറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ സം യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, there isn't any coffee. സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഈസ് പ്ലസ് നോട്ട് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ സെൻറ്റൻസ് എന്താണ്? നെഗറ്റീവ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് എ പ്ലൂറൽ negative sentence. Okay, then questions. In questions, we use a or an, any or how many with countable nouns. So in questions, how we can use an, any and how many. Is there an email address to write to? Here sentence is singular ആണ്. Okay, so is there an email address? Next, are there any chairs? Any chairs, so we are used here any. Okay, then how many chairs are there? How many chairs are there? Okay, next, and we use any or how much with uncountable nouns. Is there any sugar? How much orange juice is there? Okay, any, here any we can use as a, നിങ്ങൾക്ക് അപ്പോൾ അവിടെ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ചെയേഴ്സ് പ്ലൂറൽ ആണല്ലോ, ചെയേഴ്സ് അൺകൗണ്ടബിൾ ആണോ എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഐ വിൽ ഡിസ്കസ് ലൈറ്റർ. ഓക്കെ, then and we use any or how much with uncountable nouns. Is there any sugar? How much orange juice is there? So I think you understood then. But when we are offering something or asking for something, we normally use some. Do you want some chocolate? Chocolate എന്താണ്? അൺകൗണ്ടബിൾ noun ആണ്. Okay, so do you want some chocolate? Can we have some more chairs please? We also use some in question when we think the answer will be yes. പിന്നെ നമ്മൾ എവിടെയാണ് സം യൂസ് ചെയ്യുന്നത്? ആൻസർ എസ് ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പുള്ളടുത്ത് നമ്മൾ എന്ത് ചെയ്യും? സം യൂസ് ചെയ്യും. Have you got some new glasses? Okay, so these are the some questions for you. Next, we also use some in questions when we think the answer will be yes. Have you got some new glasses? Other expressions of quantity. ഇനി എങ്ങനെയാണ് ക്വാണ്ടിറ്റി നമുക്ക് ഏത് എക്സ്പ്രഷനിലൂടെയൊക്കെ നമുക്ക് ക്വാണ്ടിറ്റി ചെയ്യാനായിട്ട് സാധിക്കും? എ ലോട്ട് ഓഫ് can be used with both countable and uncountable nouns. Okay, so ഇനി നമ്മൾ എവിടെയാണ് യൂസ് ചെയ്തത്? നെഗറ്റീവ് സെൻറ്റൻസ് വന്നപ്പോൾ നമ്മൾ കൗണ്ടബിളും അൺകൗണ്ടബിളും നമ്മൾ എനി യൂസ് ചെയ്തു. സോ ഹിയർ a lot of, it's also we can use countable and uncountable noun. Uncountable noun countable noun നമുക്ക് എന്ത് ചെയ്യാം? ചേർക്കാം. a lot of എന്ന എക്സ്പ്രഷൻ നമുക്ക് ചേർക്കാൻ പറ്റും. There are lots of apples on the tree. There is a lot of snow on the road. Okay, so countable sentence ആണത്, uncountable sentence ഉണ്ട്. Okay, so here ഇവിടെ എന്താണ്? രണ്ട് സെൻറ്റൻസിലും കൗണ്ടബിളും അൺകൗണ്ടബിളും ഇവിടെ a lot of ചേർത്തു. Okay, next, notice that we don't usually use many or much in positive sentence. We use a lot of instead. Notice that we don't usually use many or much. Many or അല്ലെങ്കിൽ much in നമ്മൾ എന്താണ് നോർമലി പോസിറ്റീവ് സെൻറ്റൻസിന് യൂസ് ചെയ്യാറില്ല. അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? a lot of. Okay, they have a lot of money. However, in negative sentence we use not many. That means negative sentence we use not many with countable nouns and not much with the uncountable nouns. Okay, there are lot of carrots but there aren't many potatoes. There is lots of juice but there isn't much water. Go to countable and uncountable nouns to learn more. Okay, so we can study this type of exercise, then only you can understand what is before that I am going to teach you some what is that plural rules. Okay, then only you can understand how we can relate എങ്ങനെയാണ് നമുക്ക് അൺകൗണ്ടബിൾ നൗണിനെയും കൗണ്ടബിൾ നൗണിനെയും നമ്മുടെ നൗൺസുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ കുറച്ച് എന്താണ് സിംഗുലർ അല്ലെങ്കിൽ പ്ലൂറൽ അതിൻ്റെ റൂൾസ് നമുക്ക് പഠിച്ചിരിക്കണം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദാറ്റ് റൂൾസ്. ഓക്കെ, so here you can see that
plural nouns rules. Okay, so all of you please understand what is plural nouns rules. So now I'm going to give you the nouns rules, so please underline or you just note down that. First one, to make regular nouns plural, add s to the end. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണ്, നമ്മളൊരു പ്ലൂറൽ നൗൺ അല്ലെങ്കിൽ ഒരു റെഗുലർ നൗണിനെ നമുക്ക് പ്ലൂറൽ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി വാണ്ട് ടു ആഡ് എസ്. ക്യാറ്റ്, ക്യാറ്റ്സ്. ഹൗസ്, ഹൗസസ്. അപ്പോൾ അവിടെ ഒരു ശ്രദ്ധിച്ച് നമ്മൾ അവിടെ എന്ത് ചെയ്തു? എസ് ആഡ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ്, ഇഫ് ദ സിംഗുലർ നൗൺ എൻഡ്സ് ഇൻ എസ്. സിംഗുലർ നൗൺ എന്താണ്? എസ്സിൽ, സിംഗുലർ നൗൺ എസ്സിൽ എൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? എസ് എസ്, എസ് എച്ച്, സി എച്ച്, എക്സ് ഓർ ഇസഡ്. ആഡ് ഇ എസ്. അപ്പോൾ എസ്, ഡബിൾ എസ്, പിന്നെ എസ് എച്ച്, സി എച്ച്, എക്സ് ഓർ ഇസഡ് ആഡ് ചെയ്യുവാൻ വന്നിട്ടുണ്ട്, നമ്മൾ ഇ എസ് ആഡ് ചെയ്യണം. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഇ എസ് ആഡ് ചെയ്യണം. അപ്പോൾ ട്രെസ്, ട്രെസസ്, ബസ്, ബസ്സസ്, മാർഷ്, മാർഷസ്, ലഞ്ച്, ലഞ്ചസ്, ടാക്സസ്, ബ്ലിറ്റ്സസ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? ഈ ഡബിൾ എസ് എസ് വന്നാലും ഡബിൾ എസ് വന്നാലും എസ് എച്ച് വന്നാലും സി എച്ച് വന്നാലും എക്സ് വന്നാലും ഇസഡ് വന്നാലും വാട്ട് വി വാണ്ട് ടു ആഡ്? es. Okay, please note down that we want to add es. Okay, then third rule, in some cases singular nouns ending in s or z require that you double the s or z prior to the adding the es for pluralization. So here singular noun എൻഡ് ചെയ്യുകയാണ്, എസ്സിൽ ഇസഡിൽ എൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? റിക്വയർ ദാറ്റ് യു ഡബിൾ ദ എസ് ഓർ ഇസഡ്. ആ എസ് അല്ലെങ്കിൽ ഇസഡ് നമ്മളത് ഒന്നുകൂടി ഡബിൾ ചെയ്യണം. ദെൻ ആഫ്റ്റർ ദാറ്റ് വി വാണ്ട് ടു യൂസ് ഇ എസ്. ദെൻ ഓൺലി വി വിൽ ഗെറ്റ് ദ പ്ലൂറൽ ഫോം ഓഫ് ദാറ്റ് വേർഡ്. എക്സാമ്പിൾ, ഫെസ്, ഫെസസ്, ഗ്യാസ്, ഗ്യാസസ്. അപ്പോൾ ഗ്യാസ് എന്നുള്ള ആ വേർഡിന് ഗ്യാസ് എന്ന് കഴിഞ്ഞ ശേഷം ഒരു എസ്സും കൂടി നമ്മൾ ആഡ് ചെയ്തു. ദെൻ ആഫ്റ്റർ ദാറ്റ് വി വാണ്ട് ടു യൂസ് ഇ എസ്. നമ്മൾ ഇ എസ് ആഡ് ചെയ്തു എങ്കിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ പ്ലൂറൽ നൗൺ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ചിലപ്പോൾ നമുക്ക് ഒരു വേർഡ് തന്നിട്ട് അതിൻ്റെ പ്ലൂറൽ നൗൺ എഴുതാനായിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇത്? അതിൻ്റെ റൂൾസ് നമ്മൾ ശരിക്കും പഠിച്ചിരിക്കണം. ദെൻ ഫോർത്ത് വൺ, ഇഫ് ദി നൗൺസ് എൻഡ് വിത്ത് എഫ് ഓർ എഫ് ഇ, ദ എഫ് ഈസ് ഓഫൺ ചേഞ്ച്ഡ് ടു നെഗറ്റീവ് ബിഫോർ ആഡിങ് ദ എസ് ടു ദ ഫോം പ്ലൂറൽ വെർസലൈസേഷൻ. ഓക്കെ, ഹിയർ ഇവിടെ ശ്രദ്ധിച്ചേ, ഇഫ് ദ നൗൺ എൻഡ്സ് വിത്ത് എഫ് അല്ലെങ്കിൽ എഫ് ഇൽ നൗൺ എൻഡ് ചെയ്യുവാണെങ്കിൽ ദ എഫ് ഈസ് ഓഫൺ ചേഞ്ച്ഡ് ടു നെഗറ്റീവായിട്ട് എഫ് മാറും. അപ്പോൾ അവിടെ എഫ് വരെ നെഗറ്റീവായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എഫ് നമ്മൾ കട്ട് ചെയ്യും. ഓക്കെ, അതിൻ്റെ ആ വൈഫ് എക്സാമ്പിൾ നോക്കിയേ, ആ വൈഫ്, വൈഫ്സ്, അവിടെ എന്താണ്? വൈഫ് എന്നുള്ള ഫേസ്റ്റ് സൗണ്ട് അവിടെ ഇല്ല. അതിന് പകരം നമ്മളവിടെ എന്താണ്? വൈഫ്സ്, സൗണ്ട് വന്നു. ഓക്കെ, അപ്പോൾ എഫ് മാറി വേറൊരു ലെറ്റർ വന്നു. അണ്ടർസ്റ്റുഡ്? അതാണ് അവിടെ ആബ്സെൻസ് ഓഫ് നെഗറ്റീവ് എഫ് സൗണ്ട് അവിടെ എത്തി. ഓക്കെ, സോ അവിടെ എന്താണ്? വൈഫ് എന്നുള്ളത് നമ്മളവിടെ എന്ത് ചെയ്തു? എഫ് മാറ്റി അവിടെ വി ആഡ് ചെയ്തു. ദെൻ വി ആഡ് ഇ എസ്. സോ വൈഫ്സ്, വോൾഫ്, വോൾസ്. എക്സെപ്ഷൻ, പക്ഷേ കുറച്ച് എക്സെപ്ഷൻ കേസുണ്ട്. റൂഫ്, റൂഫ്സ്. അവിടെ എഫിന് ഈ വേർഡ് വരുമ്പോഴും എഫ് അവിടെ തന്നെ ഉണ്ട്. ബിലീവ്, ബിലീവ്സ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിലീവ്സിന് മാറല്ല, ചേഞ്ച് ഇല്ല. ചെഫ്, ചെഫ്സ്. ഓക്കെ, നെക്സ്റ്റ്, in a singular noun ends in y and the letter before the y is consonant, change the ending in i, es to make the noun plural. ഇത് തന്നെ സെയിം സംഭവമാണ് നമ്മളിപ്പോൾ പറഞ്ഞു തന്നെ. സിറ്റി, വൈ സൗണ്ട് എന്താണ്? അവിടെ വൈ സൗണ്ട് ആബ്സെൻ്റ് ആയിരിക്കും. സിറ്റി എന്നുള്ളത് സിറ്റീസിലോട്ട് മാറും. പപ്പി എന്നുള്ളത് എന്താണ്? പപ്പീസ്. ഐ ഇ എസ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. സിക്സ്ത് വൺ, ഇഫ് ദ സിംഗുലർ നൗൺ എൻഡ്സ് ഇൻ വൈ ആൻഡ് ദ ലെറ്റർ ബിഫോർ ദ വൈ ഇസ് എ വവൽ, സിംപ്ലി ആൻഡ് ഇസ് ടു മേക്ക് ദിസ് പ്ലൂറൽ. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വൈയിൽ എൻഡ് ചെയ്യുന്ന ഒരു സിംഗുലർ നൗണിൻ്റെ മുമ്പ് എന്താണ്? വവൽ സൗണ്ട് ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? എസ് ആഡ് ചെയ്യണം. ഓക്കെ, റേ, റൈസ്, ബോയ്, ബോയ്സ്. ദെൻ
If the singular nouns ends in O, add es. ഇത് ഈസി ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നിങ്ങൾക്ക് എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും എന്ന് കരുതുന്നു. If the singular nouns end in O, add es to make its plural. Potato, potatoes, es ആഡ് ചെയ്യണം. പ്ലൂറൽ നൗൺ ആണെങ്കിൽ ഓയിൽ അവസാനിക്കുന്ന വേർഡ് സിംഗുലർ നൗൺ വന്നിൽ പ്ലൂറൽ ആക്കണമെങ്കിൽ നമ്മളത് es ആഡ് ചെയ്യണം. ടൊമാറ്റോ, ടൊമാറ്റോസ്. സോ അവിടെയും എക്സെപ്ഷൻ കേസ് ഉണ്ട്. ഫോട്ടോ, ഫോട്ടോസിന് നമ്മളിവിടെ es ആഡ് ചെയ്യില്ല, ഒളി es. പിയാനോ, പിയാനോസ്. ഹാലോ, ഹാലോസ്. With the unique word volcano, you can apply the standard pluralization for words that end in O or not. It's your choice. So volcanoes we can use in both. Both are correct. Okay, if the singular nouns ends in us, the plural ending is frequently I. Cactus. US-ൽ end ചെയ്യുന്ന singular noun we can use I. Cacti, focus, foxy. Okay, see. So next, 9th rule, if the singular nouns end in is, the plural ending is es. Analysis, analysis. Ellipsis, ellipsis. If the singular nouns ends in on, the plural ending is a. Phenomenon, phenomena. Criterion, criteria. Some nouns don't change at all when they are pluralized. ഇനി മാറ്റം വരാത്ത നൗൺസും ഉണ്ട്. എങ്ങനെയാണ്? ഷീപ്പ്, ഷീപ്പ്. സീരീസ്, സ്പീഷ്യസ്, ഡിയർ. ഇതൊക്കെ സെയിം, സിംഗുലറും പ്ലൂറൽ നൗണും എന്താണ്? സെയിം തന്നെയാണ്. ഓക്കെ, സോ ദിസ് ഇസ് അവർ ക്ലാസ്സസ് റിലേറ്റഡ് ടു ദ countable and uncountable nouns and plurals nouns rules. Okay, thank you.